നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. മറ്റൊരു വേദവചന പഠനവുമായിട്ടാണ്, വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യവുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ വന്നത്. നിങ്ങൾ വചനത്തിന്റെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും സംസാരിക്കുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവവചനത്തിന്റെ ആധികാരികതയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിന് വചനം മാത്രമാണ് ആധാരം. മറ്റിതര യാതൊരു റിസോഴ്സിലേക്കും പോകാതെ കർത്താവിന്റെ വചനത്തിൽ എന്ത് പറയുന്നു അതാണ് സംസാരിക്കും. അപ്പൊ തിരുവെഴുത്തുകളെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കേൾക്കാം, അല്ലാത്തവർ ദയവായിട്ട് നിങ്ങളുടെ യാത്ര തുടരാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാക്യം വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മഹാനഗരത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കേരളത്തിൽ വളരെ പ്രസിദ്ധനായ, എല്ലാവർക്കും വളരെ പരിചയമുള്ള, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റിതര സംവാദങ്ങളിലൊക്കെ പ്രബലനായി നിൽക്കുന്ന ഒരു ദൈവദാസനിന്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ബൈബിൾ സ്റ്റഡി ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ റെഫറൻസ് ഒക്കെ വെച്ചുകൊണ്ട് ആധികാരികമായിട്ട് താൻ ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെന്റിക്കോസ്റ്റൽ സമൂഹത്തിനിടയിൽ അറിയാം, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് നേരത്തെ കത്തോലിക്ക സഭയായിരുന്നു. എന്തോ അതിൽ നിന്ന് ഒരു സമാധാനം കിട്ടി. ഇപ്പം കത്തോലിക്ക സഭയുടെ കാര്യം പറയാത്തത് എന്തെന്ന് അറിയത്തില്ല. രണ്ടാമത് ഇപ്പോൾ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയാം. ബാബിലോൺ എന്ന് പറഞ്ഞ വാക്ക് എവിടെ ഉണ്ടായി? അത് ഉൽപ്പത്തി 11 അത് സിനാർ ദേശത്തെ കാണിക്കുന്നു. സിനാർ ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാബിലോണാണ്. ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖാണ്. അപ്പൊ ഇറാഖിൽ വലിയൊരു സിറ്റി ഉണ്ടാകാൻ പോകുന്നു. ഇറാഖിൽ വലിയൊരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. അവിടേക്ക് ചൈനയിൽ നിന്ന് ഏതോ ഒരു സിൽവർ ലൈനോ സിൽവർ റോഡോ അങ്ങനെ സംഭവം വരാൻ പോകുന്നു. അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ നടക്കാൻ പോവുക. അതിനെക്കുറിച്ച് ആ വെളിപ്പാട് ദിവസം 18 എഴുതിയിരിക്കുന്നെന്നും ഇറാഖിലെ ഇന്നത്തെ അവസ്ഥ അവിടെ കുറുക്കന്മാർ ഓളിയിടുന്നെന്നും ഭൂതങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നും വവ്വാലുകൾ താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് മറ്റ് ഇതര റിസോഴ്സസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായ നിലയിൽ താനത് പ്രസന്റ് ചെയ്തപ്പം അത് കേട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ, പാസ്റ്ററെ ഇതെന്താ സംഭവം എന്നൊന്ന് പറയണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ മർമ്മം മഹദിയാം ബാബിലോൺ ഡീമൻസിന്റെ വാസസ്ഥലം, ഇവിടെ എഴുതി വെച്ച ദുർഭൂതങ്ങളുടെ വാസസ്ഥലം എന്ന് എഴുതിയിരിക്കുന്നു. മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും. ദുർഭൂതങ്ങളുടെ പാർപ്പിടം ആയ മർമ്മം മഹദിയാം ബാബിലോൺ. എന്താണ് ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുക. ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, തിരുവെഴുത്തുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാം. നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ഇഷ്ടത്തിലും അല്ല സായിപ്പ് എഴുതിയ പുസ്തകത്തിലും അല്ല നമ്മൾ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ബൈബിൾ എപ്പോഴും ബൈബിളിന്റെ ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. അപ്പോൾ മാത്രമേ നമുക്കതിന്റെ പൂർണ്ണമായ ഒരു അർത്ഥം ലഭ്യമാകത്തുള്ളൂ. ആദ്യമായിട്ട് ഈ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയുന്നൊരു പദം ബൈബിൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ച് മനസ്സിലാക്കി പോകാനായിട്ട് ഞാൻ ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം ആദ്യത്തെ ഡ്വെല്ലിംഗ് പ്ലേസ് ആദ്യമായിട്ടൊരു ഉപയോഗിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. അതായത് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് മിരിയാം തപ്പൊക്കെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാചകമുണ്ട്. അതിന്റെ 17-ാം വാക്യം, നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവേ നിന്റെ അവകാശപർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് എന്ന് പറയുന്നു. അതുപോലെ ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ബട്ട് യു ഷാൽ സീക്ക് ദ പ്ലേസ് വേർ ദ ലോർഡ് യുവർ ഗോഡ് ചൂസ്. ഞാൻ അതിന്റെ ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ 5-ാമത്തെ വാക്യം 12-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ വെച്ചും തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലും. തിരുനിവാസം, ഡ്വെല്ലിംഗ് പ്ലേസ്. അതുപോലെ സങ്കീർത്തനം 76-2 പറയുന്നുണ്ട്, ഇൻ യെരൂശലേം ഓൾസോ ഹീസ് ഇൻ ടാബർനാക്കിൾ. യെരൂശലേം അവന്റെ തിരുനിവാസമാണ്.
അവൻ്റെ സാക്ഷ്യ കൂടാരമാണ്. ആൻഡ് ഹിസ് ഡ്വെല്ലിംഗ് പ്ലേസ് ഇൻ സിയോൻ, അവൻ്റെ വാസസ്ഥലം സിയോനിലുമാണ് നമ്മൾ സങ്കീർത്തനം 76:2 കാണുന്നു. സോ വാസസ്ഥലം എന്നതിന് 132 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിൽ For the Lord has chosen Zion as decided for his dwelling place. സിയോനെ അവൻ തൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുവാനായിട്ട് പറ്റും. അപ്പൊ ഈ വാസസ്ഥലം എന്ന് നമ്മൾ ബൈബിളിനെ വെച്ച് മനസ്സിലാക്കാം. അല്ലാതെ നമ്മളിവിടെ ഇറാഖിൽ കുറുക്കൻ കൂവുന്ന കാര്യമല്ല ഇത്. ആദ്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തെ ഇന്നത്തെ ജോഗ്രഫിയുമായിട്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്. ബൈബിളിനെ വ്യാഖ്യാനിക്കണേ ബൈബിളും കൊണ്ട് വ്യാഖ്യാനിക്കണം. അത് ഞാൻ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒഫൻഡഡ് ആവും. കാരണം നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വിഡ്ഢിത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് വിരോധം കാണും. പക്ഷെ ക്ഷമിക്കണം. ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ഐ എം എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ഐ എം നോട്ട് എ ഫോളോവർ ഓഫ് പെന്റിക്കോസ്റ്റ് ഓർ കാത്തലിക് ഓർ ഓർത്തഡോക്സ്. ഐ എം എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞ മറ്റൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, 39-ാം വാക്യം, 43-ാം വാക്യം, 49-ാം വാക്യം. ഈ വാക്യങ്ങൾ എടുക്കുമ്പോൾ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവേ നീ നിന്റെ തിരുനിവാസത്തിലേക്ക്, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ തിരുനിവാസത്തിൽ നിന്ന്, സ്വർഗത്തെ നിന്റെ ഡ്വെല്ലിംഗ് പ്ലേസിൽ നിന്ന് നീ എന്ത് ചെയ്യണം? അവർക്ക് പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നതാണ് കാണാൻ പറ്റും. അപ്പം ഈ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വെളിപ്പാട് ദിവസം 18 പറഞ്ഞേക്കുന്നത് എന്തുവാ? ദുർഭൂതങ്ങളുടെ പാർപ്പിടം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയം, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും ഡ്വെല്ലിംഗ് പ്ലേസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം എന്നൊരു പക്ഷേ നിങ്ങൾ തോന്നാം. ഇവിടെ മർമ്മം മഹദിയാം ബാബിലോണിനെ കുറിച്ച് പറയുന്നത് മഹദിയാം ബാബിലോൺ 17-ാം അധ്യായത്തിൽ അതിന് കൊടുക്കുന്ന വേശ്യമാരുടെയും സകല മ്ലേച്ഛതകളുടെയും മാതാവെന്നാണ് മർമ്മം മഹദിയാം ബാബിലോണിനെ വിളിക്കുന്നത്. അത് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പോൾ ഉടനെ ചിലർ വ്യാഖ്യാനം 17-ാം അധ്യായത്തിലെ ബാബിലോൺ വേറെ, 18-ാം അധ്യായത്തിൽ ബാബിലോൺ വേറെ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ബാബിലോൺ എന്ന് പറയുന്നതിനെ മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിളിക്കുക. എങ്ങനെ ഈ വേശ്യ എന്ന് വിളിക്കാൻ കാരണം? ഇത് ആരാണ്? എന്തോ സംഭവം? എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? നമുക്ക് ഒരു യെരമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇതിനോട് അനുബന്ധമായിട്ടൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജെറേമിയ ചാപ്റ്റർ 3 വേഴ്സ് 6 to 1 വേഴ്സ്. യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരുളിച്ചെയ്തത്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിന് കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത് ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. ഇവിടെ ആരെക്കുറിച്ചാണ് ഈ വേശ്യകാട്ട് പറയുന്നത്? ഈ ബൈബിളില് ഇറാഖിനെ കുറിച്ചും ബാബിലോണിനെ കുറിച്ചും അല്ല പ്രിയപ്പെട്ടവരെ. എപ്പോഴും ശ്രദ്ധിക്കണം, വേശ്യ എന്ന് വിളിച്ചാൽ സ്വന്തം ഹസ്ബൻഡ് ഇരിക്കെ മറ്റൊരാളെ സേവിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പരസംഗം ചെയ്യുന്ന ആളിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് വേശ്യാസ്ത്രീ എന്ന് പറയുന്നത്. അപ്പം സ്വന്തം ഭർത്താവായ യഹോവയെ ഉപേക്ഷിച്ചിട്ട് ബാലിനെ സേവിക്കാൻ പോയ ഇസ്രായേൽ ഗൃഹത്തെയും അവണ്ണം തന്നെ അവളുടെ സഹോദരിയായ യഹൂദയെയും വേദപുസ്തകം വിളിക്കുന്ന പേര് വേശ്യ എന്നാണ്. യഹൂദ ഗ്രഹം വിശ്വാസത്യാഗിനി എന്ന് വിളിക്കുന്നു. ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ച് പറയുന്ന അവൾക്ക് ഞാൻ ഉപേക്ഷണ പത്രം കൊടുത്തു വിട്ടു ബിക്കോസ് ഓഫ് ദ അഡൾട്ടറി. അപ്പം മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന വേശ്യ എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ ബ്രദറൻകാരും ഈ പെന്തിക്കോസിലെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. അവരൊന്നും കഴിവില്ലാത്തവരൊന്നുമല്ല. ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് ഫുൾ ബഹുമാനം കൊടുത്തോണ്ട് അവരുടെ മുമ്പിൽ ചെന്ന് അവരുടെ ഒരു സെർവൻ്റായി നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ ഓപ്പണായിട്ട് പറയും. അവരുടെ അസിസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലും കഴിവ് എനിക്കില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം, ഈ മർമ്മം മഹദിയാം ബാബിലോൺ ഇറാഖും അല്ല. ഇവർക്കിത് വേദപുസ്തകത്തെ എങ്ങനെയും വളച്ചൊടിച്ച് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന തിയറി കൊണ്ടെത്തിക്കണം. അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറഞ്ഞാൽ, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ, യെരൂശലേമിനെയാണ് വിളിച്ചിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ കത്തോലിക്ക സഭയല്ല. കുറെ കാലം കത്തോലിക്ക സഭ മർമ്മം മഹദിയാം ബാബിലോണാന്നൊക്കെ പഠിപ്പിച്ചു. ഇത് ഒരു IPC എന്ന് പറയുന്നൊരു സംഘടനയുടെ ഒരു നേതാവ് മർമ്മം മഹദിയാം ബാബിലോൺ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കത്തോലിക്ക സഭയെ ആക്രമിച്ചുകൊണ്ട്. അത് അന്ന് ഈ കത്തോലിക്ക മക്കൾക്കാർക്കും വിവരം ബോധം ഇല്ലാത്തതുകൊണ്ട് അത് പുസ്തകം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അത് കറക്റ്റായിട്ട് ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കത്തോലിക്കരായ ആളുകൾ നിങ്ങൾക്ക് അല്പമെങ്കിലും
ആ മാനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിലും ചുണയുണ്ടെങ്കിൽ, ആ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകത്തിനെതിരെ ശക്തമായ നിലയിൽ നടപടിയെടുക്കും. കാരണം ഒരു സഭയെ ആക്രമിക്കാനും അനാവശ്യം പറയാനും ഇവിടെ ഒരു മനുഷ്യർക്കും അധികാരമില്ല. പ്രത്യേകിച്ച് പെന്തിക്കോസുകാർക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ എന്ത് പറഞ്ഞാൽ മെനഞ്ഞാന്നത്തെ മഴയത്ത് മുളച്ചു വന്ന തകരയല്ല ക്രിസ്ത്യാനിത്വം. 2000 വർഷത്തെ അനുഭവവും പാരമ്പര്യവും സഭയ്ക്കുണ്ട്. അത് മനസ്സിലാക്കണം. അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റാതെ ഇത് വിരോധികളായി പ്രൊട്ടസ്റ്റന്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കാണുന്നു. അത് തെറ്റാണ്. അപ്പൊ കത്തോലിക്ക സഭ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്നവർ തിരുത്തണം. നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ, മനസാക്ഷി ഉണ്ടെങ്കിൽ തിരുത്തണം. കാരണം ഒരിക്കലും ബാബിലോൺ അല്ല. അത് ഞാൻ ഇവിടുത്തെ അപ്പോളജിസ്റ്റിനെ വെല്ലുവിളിക്കുക. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ വെച്ച് വ്യാഖ്യാനിക്കണം. അല്ലാതെ ഇറാഖിൽ കുറുക്കം കൂവുന്നു എന്ന് പറഞ്ഞ ആരോ വിളിച്ചു പറഞ്ഞ ഫോൺ കോളിനകത്തല്ല ബൈബിൾ വ്യാഖ്യാനിക്കാൻ വരേണ്ടത്. ബൈബിൾ വെച്ച് ബൈബിൾ വ്യാഖ്യാനിക്കാൻ ചുണയുണ്ടേ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം. ഈ കള്ളപ്പറച്ചിൽ നിർത്തണം. ജനത്തെ ചതിക്കുന്ന നിർത്തണം. ജനകോടികളാണ് ഈ തെറ്റായ ഉപദേശങ്ങളിൽ വഞ്ചിക്കപ്പെടുന്നത്. അവർ ഇറാഖിൽ ഇനി പട്ടണം പണിയുന്നു. ഇത് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് അവിടെ അങ്ങോട്ട് ഭയങ്കര ഷോപ്പിംഗ് മാൾ വരുന്നത്. എൻ്റെ പൊന്നു പോകാൻ ഷോപ്പിംഗ് മാൾ വന്നതാണോ കാര്യം? ഞാനത് തെളിയിച്ചു തരാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ കളഞ്ഞിട്ട് പോയ വിശ്വാസത്യാഗിനിയായ വിശ്വാസപാതകിയായ ഇസ്രായേലിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, അഡൾട്ടർ അല്ലെങ്കിൽ അഡൾട്ടറിയിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 16:15 അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാർലട്രിയിലേക്ക് പോവുക, അവള് പരസംഗത്തിലേക്ക് പോകുന്നതായിട്ട് ഇസ്രായേലിനെ കാണും. ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഫ്രീം ദൈവത്തിന് വിരോധമായി പരസംഗം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. സോ ഇത് പരസംഗം ചെയ്യുന്നതിന്റെ പേരാണ് വേശ്യ. മനസ്സിലാകുന്നുണ്ടോ? മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യകളുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്ന് പറയുമ്പോൾ അത് ഇറാനും ഇറാഖും ഒന്നും അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവവുമായി ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ലംഘിച്ച് മറ്റു ദേവന്മാരെ സേവിക്കാൻ പോയ ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും ബൈബിൾ വിളിക്കുന്ന പേരാണ് പരസംഗിയായ വിശ്വാസത്യാഗിനിയായ യെരൂശലേം. ഓക്കെ, നിങ്ങൾക്കത് അത്രയും ബോധ്യമായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ യെരൂശലേമിനെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ സമാപന വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊണ്ട് എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അവിടെ എഴുതിയിരിക്കുന്നു, യുവർ ഹൗസ് ഈസ് ലെഫ്റ്റ് യു ഡിസോലേറ്റ്. ശൂന്യമായി തീരും. ഈ ഡിസോലേറ്റ് എന്ന വാക്കിനെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കിൽ ലോൺസം, അതായത് വേസ്റ്റ് ആയി പോവും, ഡെസേർട്ടായി മാറും, സോൾട്ടറി ആയി മാറും, വിൽഡർനെസ് ആയി മാറും. നിങ്ങളുടെ വാസസ്ഥലം ശൂന്യം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് അത് വിൽഡർനെസ് ആകും, അത് തരിശുഭൂമിയാകും, അത് എന്തോ പറയുന്നേ, അത് മരുഭൂമിയായി മാറും, ശൂന്യപ്രദേശമായി മാറും എന്നാണ് അതിന് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് വാക്യങ്ങൾ എടുക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു ഭൂതം വന്നിട്ട് ഒരു വീട്ടിലേക്ക് വരുന്നു. ആ വീട് ഇറക്കി വിടുന്നു. ആ വീടിനെ അടിച്ച് ക്ലീനാക്കി സൂക്ഷിക്കുന്നു. പിന്നെ തന്നിലെ ബലവാനായ 7 ഭൂതങ്ങളെ കൊണ്ടുവന്ന് ആ വീട്ടിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞിട്ട് ഇറ്റ്സ് എ പ്രൊഫസി അബൌട്ട് ജെറുസലേം. ജെറുസലേമിലെ ഭൂതത്തെ പുറത്താക്കി. എപ്പോഴും മനസ്സിലാക്കി, ഈ ഡിമൻസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഈ കൊമ്പും വാലും വെച്ചേക്കുന്ന ഏതോ ഒരു അജ്ഞാത ജീവിയൊന്നുമല്ല. ഇവിടെ ഡിമൻസ് എന്നും സൈറ്റാനെന്നും പിശാചെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന എല്ലാം അവിടുത്തെ മതത്തിന്റെ നേതാക്കന്മാരെയും പരീശന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ തന്നെയാണ്. അവർക്ക് ഉപയോഗിച്ചിരിക്കുന്ന രമ്യമായ ഭാഷയാണ് ഈ ഭൂതം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഏതോ ഒരു ഭൂതം അവിടെ താമസിക്കുന്നതല്ല. ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കെ ഈ പാവം ജനങ്ങളെ. ദൈവമക്കൾ അത് കേട്ടിട്ട് യോടാ ഓളിപ്പം എവിടെ കുറുക്കൻ ഓളിയിട്ട ഉടനെ അത് ഭൂതം പറയുന്ന കാലത്തേക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയാം, മനുഷ്യരെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെടുത്തി നിർത്തിയും മതം വളർത്തുന്നത് അത്ര ശുഭകരമല്ലത്. നമ്മൾ ജനത്തെ, കർത്താവ് യേശു തന്നെ പറയും, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കി. നമ്മൾ സ്വതന്ത്രയുടെ മക്കളാണ്, അല്ലാതെ അടിമയുടെ മക്കളല്ല. ദൈവമക്കൾ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാൻ പറ്റാതെ ആയുഷ്കാലം മൊത്തം ഭയത്തിന്റെ മുഖം വെച്ച് ജനത്തെ ഭരിക്കുന്ന ഈ മതത്തിന്റെ നേതാക്കന്മാർ മാനസാന്തരപ്പെടണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ സോളിറ്റ്യൂഡ് പ്ലേസ് എന്ന് പറയുന്ന ഉടനെ മനസ്സിലാക്കണം, ഡെസൊലേറ്റ് ആയി പോവുക എന്ന് പറഞ്ഞാൽ അതായത് എപ്പോഴും ദാറ്റ് ഉപമ അല്ല, ആ ഭൂതം പോയി 7 മടങ്ങ് തന്നേക്കാൾ 7 മടങ്ങ് ശക്തി ഉള്ളതിനെ കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ ഓഫ് ജെറുസലേം. ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന ഡെസൊലേഷനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പ്രവചനമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ അതേ കാര്യം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും കാണാൻ പറ്റുക. ഭൂതം പോയിട്ട് 7
തന്നെക്കാളും ശക്തിയുള്ള ദുഷ്ടത നിറഞ്ഞ 7 സ്പിരിറ്റ്സിനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്ന, ആ ജനറേഷന് സംഭവിക്കാൻ പോകുന്ന മാരകമായ കഷ്ടത്തെക്കുറിച്ചും അവിടെ സംഭവിക്കാൻ പോകുന്ന ഡിസോലേഷനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പ്രവചനമാണ്. ഇനി നമുക്ക് നേരെ ഇവിടേക്ക് തന്നെ വരാം. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എന്താ പറഞ്ഞു തന്നെ, സകല ഭൂതങ്ങളുടെയും പാർപ്പിടമായ ഗ്രേറ്റ് ബാബിലോൺ, മഹദിയാം ബാബിലോൺ. ഈ മഹദിയാം ബാബിലോണിനെ കുറിച്ച് ഞാൻ 17-ാം അധ്യായത്തിൽ പറഞ്ഞു. ഇത് ഗ്രേറ്റ് സിറ്റി എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ് സിറ്റി, വലിയ മഹാനഗരം. ഈ മഹാനഗരം ആരാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ പോകാം, ബൈബിളിൽ തന്നെ നോക്കാന്നേ. ഈ മഹാനഗരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞേക്കുന്ന ഒരു വാക്യം നോക്കി, 11-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അതിന്റെ 8-ാം വാക്യം നോക്കി. അവരുടെ 2 സാക്ഷികളെ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ശ്രദ്ധിക്കണം, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഇറാഖിലല്ല. അതാദ്യം മനസ്സിലാക്കണം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രീം എന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ. മഹാനഗരം, നിങ്ങൾ ശ്രദ്ധിക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദം മഹാനഗരം, ഗ്രേറ്റ് സിറ്റി. എനിക്ക് പഴയ നിയമത്തിൽ ഒരുപാട് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഈ ഗ്രേറ്റ് സിറ്റി എന്താണെന്ന് തെളിയിക്കാൻ പറ്റും. ഇത് ഗ്രേറ്റ് സിറ്റി, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് യെരൂശലേം എന്ന് മനസ്സിലായല്ലോ, മഹാനഗരം. ഈ മഹാനഗരത്തിന്റെ കാര്യം പറഞ്ഞു, യെരൂശലേമായത്. പ്രിയപ്പെട്ടവർ, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ വെളിപ്പാട് പുസ്തകം മഹാനഗരമായ യെരൂശലേമിന് വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചാണെന്ന ബോധം ഇരിക്കെ മനഃപൂർവമായി ഇത് വേറെ എന്തോ ആണ്, ഇനി ഭാവി സംഭവിക്കാൻ പോകുന്ന ഏതോ ഒരു ഗുലുമാലാന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ കളിപ്പിക്കുന്നത് നാണമില്ല. സത്യം പറഞ്ഞു, ഈ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ കാശ് മാറ്റി തിന്ന് ജീവിക്കാൻ സത്യം പറഞ്ഞു കൊടുക്കുക. ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കുക. അവരോട് പറ, ഇത് വെളിപ്പാട് പുസ്തകം പറയുന്നത് ഈ മഹാനഗരം ഏതാ? നിങ്ങൾ പറ. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഇറാഖിലാണോ? സിനാർ സമഭൂമിയിലാണോ? അല്ലല്ലോ, യെരൂശലേമിലല്ലേ. ആ യെരൂശലേമിനെ കുറിച്ച് വിളിക്കുന്ന പേര് മഹാനഗരം എന്നല്ലേ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം, ബൈബിൾ എഴുത്തുകാർ ഒരു പ്രധാനപ്പെട്ട പദം പറയുമ്പോൾ അത് മാറ്റി പറയുന്ന പരിപാടി അവർക്കില്ല. കൃത്യമാണത്. സോ ദ ഗ്രേറ്റ് സിറ്റി യെരൂശലേമാണ്. ആ ടൈറ്റിൽ യെരൂശലേം, ഞാനത് വാർ ഓഫ് ദ ജൂസ് നിങ്ങൾ നോക്കിയത്, വാർ ഓഫ് ദ ജൂസ് ബുക്ക് നമ്പർ, എനിക്ക് തോന്നുന്നു 7-ാമത്തെ ബുക്ക് നമ്പർ 7, ചാപ്റ്റർ 8, 7 വാർ ഓഫ് ജൂസ്. അതിനകത്ത് ജോസീഫസ് യേശു ക്രൂശിക്കപ്പെട്ട മഹാനഗരമായ യെരൂശലേമിനെ മഹാനഗരം എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. റോമൻ ഹിസ്റ്റോറിയൻസ് അതിനെ യെരൂശലേമിനെ കാരണം യെരൂശലേം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുമുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായിരുന്നു. സമ്പന്നതയുടെയും എല്ലാവിധ വ്യാപാരത്തിന്റെയും കേന്ദ്രമായിരുന്നു യെരൂശലേം. സോ എല്ലാ ജാതികളും രാജാക്കന്മാരും അവിടെ വന്നിട്ടാണ് അത് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് വായിക്കാൻ പറ്റും. യെരമ്യാവിന്റെ പുസ്തകം നോക്കി. യെരമ്യാവിന്റെ പുസ്തകത്തിൽ ഈ യെരൂശലേമിനെ മഹാനഗരം എന്ന് വിളിക്കുന്നുണ്ട്. ഞാനിപ്പം എന്റെ ഇഷ്ടത്തിന് പറയുന്ന പോലെ യെരമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ അതിന്റെ 8-9 വാക്യം നോക്കി. യെരമ്യാ 22-ന്റെ 8-9 വാക്യം. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരോട് ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചത് കൊണ്ട് തന്നെ എന്ന് ഉത്തരം പറയുകയും ചെയ്യും. മഹാനഗരം എന്തിനെ കുറിച്ച് പറഞ്ഞു? യെരൂശലേം. ഇറ്റ്സ് നോട്ട് ബാബിലോൺ, ഇറ്റ്സ് നോട്ട് സിനാർ ദേശം, ഇറ്റ്സ് നോട്ട് ഇറാഖ്. മനസ്സിലാക്കേണ്ട അപ്പോളജിസ്റ്റേ, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വേദോസം സത്യം പ്രസംഗിക്കും, ജനത്തെ കളിപ്പിക്കാതെ. ഭയങ്കര ഭക്തിയുടെ വേഷം കെട്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പണ്ഡിതൻ എന്ന് ലോകം പറയും, സത്യ. പക്ഷേ മർമ്മം മഹദിയാം ബാബിലോൺ ഈസ് നോട്ട് ഇറാഖ്, ഇറ്റ് ഇസ് ജെറുസലേം. Because the book of Revelation is not about the history of Iraq, it's not any prophecy about the future, it's the prophecy about the harlot Jerusalem. യഹോവയെ ഉപേക്ഷിച്ചു പോയ, സത്യദൈവത്തെ ഉപേക്ഷിച്ചു പോയ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച, പരിശുദ്ധാത്മാവിനെ തിരസ്കരിച്ച, യഹോവയായ ദൈവത്തിന്റെ പ്രമാണത്തെ വിട്ടുകളഞ്ഞ് അന്യദേവന്മാരെ സേവിക്കാൻ പോയ ഇസ്രായേലിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. മഹാനഗരം മനസ്സിലായോ? മഹാനഗരം എന്ന് പറയുമ്പോൾ ഉടനെ ഈ ഭൂമി, എന്റെ കർത്താവ് തന്റെ വചനത്തിൽ മഹാനഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് ദുബായിയെ കുറിച്ചും വാഷിംഗ്ടൺ DC കുറിച്ചും അല്ലെങ്കിൽ പാരീസിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. മഹാനഗരം എന്ന് ബൈബിൾ പറയുന്നത് എപ്പോഴും യെരൂശലേം. ഇത് നിങ്ങൾക്ക് ആദ്യം ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനി ഈ ഗ്രേറ്റ് സിറ്റി ബാബിലോൺ എന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ
ക്രൂശിച്ച മഹാനഗരമാണ് യെരൂശലേം. മാത്രമല്ല അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും തട്ടാമുട്ടി തർക്കം കാണുമെന്ന് എനിക്കറിയാം, പക്ഷെ ചെവിയുള്ളവർ കേൾക്കുക, അല്ലാത്തവർ എങ്ങനെയൊക്കെ പോയി ജീവിക്കുക. പിന്നെ ചില ആളുകൾ ജീവിക്കുന്നത് തന്നെ ചതിക്കപ്പെടാൻ വേണ്ടി. 17-ാം അധ്യായം നോക്കി, വെളിപ്പാട് ദിവസം 17-ാമത്തെ 6-ാം വാക്യം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയാം? ഓൾഡ് കവനന്റ് സെയിൻസാ, മനസ്സിലാക്കണം. പഴയ നിയമ പ്രവാചകന്മാരാ. പഴയ നിയമ പ്രവാചകന്മാരുടെയും യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായ അപ്പോസ്തലന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും രക്തം കുടിച്ച് മത്തയായിരിക്കുന്ന സ്ത്രീ ആരാ? ഇറാഖോ? ഞാൻ ചോദിക്കുക, ഇറാഖാന്ന്? ഇതൊക്കെ ഉളുപ്പുണ്ടോ ഇത്രയും വലിയ സ്റ്റൈലായിട്ടൊക്കെ നിന്ന് സംസാരിക്കാൻ? നോക്ക് 18-ാം അധ്യായത്തിലേക്ക് പോവാം. 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കി, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. എന്തുവാ? ഈ വിശുദ്ധന്മാരുടെ മുഴുവൻ രക്തം എവിടെ കിടക്കുക? അതിന്റെ 24-ാം വാക്യം, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, യെരൂശലേമിലാണ്. യെരൂശലേമേ അയ്യോ കഷ്ടം, പ്രവാചകന്മാരുടെ രക്തം. ഒരു പ്രവാചകനും യെരൂശലേമിന് പുറത്ത് വെച്ച് കൊല്ലപ്പെടുന്നില്ല. ഇറാഖിൽ വെച്ചാണോ പ്രവാചകന്മാരെ കൊന്നേ? നിങ്ങൾ ഈ മർമ്മ മഗതിയ ബാബിലോൺ എന്ന് പറയുന്നത് ശിനാർ ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ ഈ വേദവസ്തുത്തെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ? നോക്ക്, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് ചൊരിഞ്ഞുകളെ എല്ലാവരുടെയും രക്തം ആവളിലല്ലോ കണ്ടത്. ഏത്? മർമ്മ മഗതിയ ബാബിലോൺ, യെരൂശലേം. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബൈബിൾ ഇരിക്കെ ജനത്തെ വഞ്ചിക്കാൻ വേണ്ടി, ചതിക്കാൻ വേണ്ടി നാണമില്ലയോടോ? കട്ടപ്പാര എടുത്തിട്ട് നിങ്ങൾ പോയി വളരെ കുത്തിയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കും. അതിനേക്കാൾ നല്ലത് കൊള്ള നടത്തുന്നതാണ് നല്ലത്. റോഡ് വക്കിൽ ആളുകളെ തടഞ്ഞു നിർത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അവരുടെ പൈസ അടിച്ചു മാറ്റും, അതാണ് നല്ലത്. ഇത്ര ക്രിസ്റ്റൽ ക്ലിയറാ. ഈ മർമ്മ മഗതിയം ബാബിലോൺ നിങ്ങൾ ഇറാഖ് ആണെങ്കിൽ ആ ഇറാഖിൽ ഓളിയിടുന്ന ദൂതനും കുറുക്കനും ഉണ്ടെങ്കിൽ ഈ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെ രക്തം ഇറാഖിലാണോ കൊന്നേ? തപ്പി പിടിച്ചോണ്ട് വരും ഇപ്പം ഇറാഖിൽ എത്ര രക്തസാക്ഷികളാണെന്ന്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെ രക്തം is only in Jerusalem. The great Babylon is Jerusalem. Harlot. വെളിപ്പാട് ദിവസം 16-ാം തീയതി നോക്കി, 16-ന്റെ 6-ാം വാക്യം. എല്ലാ 1-2 വാക്യം കൂടുതൽ തരണം, കാരണം ഇതിന് ആപ്പ് നല്ലപോലെ അടിച്ചെങ്കിലേ ഇവന്മാർക്ക് മനസ്സിലാകത്തുള്ളൂ. 6-ാം വാക്യം നോക്കി, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചതുപോലെ തിരിച്ചു നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ. ആരാ ടോക്കിംഗ് അബൌട്ട്? വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ആരാ? യെരൂശലേം. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകനും യെരൂശലേമിന് പുറത്തു വെച്ച് കൊല്ലപ്പെടത്തില്ല. എല്ലാ പ്രവാചകനും യെരൂശലേമാണ് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം കുടിച്ച സ്ഥലം. ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ക്ഷമിക്കണേ. കാരണം എന്നറിയുമോ, ഈ യേശുക്രിസ്തുവിന്റെ മാർഗം കള്ളമാർഗം. അവർ നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ കള്ളത്തരം കാണിക്കും. നിങ്ങൾ വേറെ എന്ത് പരിപാടി ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ കപടത പാടില്ല. നമ്മുടെ പറയുന്ന ടീച്ചിങ്സിനകത്ത് കപടത പാടില്ല. അറിയാമെങ്കിൽ അത് സത്യം പ്രസംഗിക്കണം. നിങ്ങൾ ഡിനോമിനേഷൻകാരെ, സൊസൈറ്റിക്കാരെ പേടിക്കരുത്. ഈ കുമ്പനാടും കുമ്മളക്കുഴയിലും പുല്ലൂരും അടൂരും ഒക്കെയുള്ള ഏതെങ്കിലും സൊസൈറ്റിയിലെ നേതാക്കന്മാരെ പേടിച്ച് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യരുത്. ആ കുപ്പായം അഴിച്ചു വെക്കണം. കർത്താവിന്റെ വേലക്കാരെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തിന്റെ വേലക്കാരാകാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ യെരൂശലേമായത് വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിന്തി എവിടാ? ബാബിലോണാണോ? പ്രവാചകന്മാരെല്ലാം കൊല്ലപ്പെട്ട എവിടാ? യെരൂശലേം. 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കി, 19-2. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവാം. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം കുടിച്ചവൾ. ആരാത്? ശിനാർ ദേശത്തെ സമഭൂമിയായ നിമ്രോദിന്റെ അമ്മച്ചി. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, ആളുകളെ കളിപ്പിക്കാം. ഇത് ഒരു കഥയുണ്ട് ഇപ്പം ആത്മലോകത്ത്. ശിനാർ ദേശത്ത് നിമ്രോദ് ഉണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ പേര് സെമറാമീസ് എന്നായിരുന്നു. അവനൊരു മോൻ ജനിച്ച തമൂസാണ്. ആ തമൂസാണ് വിഗ്രഹാരാധന, ആനയാ പൂനയാ തേങ്ങയാ മാങ്ങയാ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കളിപ്പിക്കരുത് പ്ലീസ്. ഇന്റർപ്രറ്റ് ബൈബിൾ വിത്ത് ദ ബൈബിൾ. ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുക.
അല്ലാതെ എന്തുവാ, കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, പഴയ പുരാതന പുസ്തകങ്ങൾ. അതിനകത്ത് കഥയല്ല. ഇന്റർപ്രറ്റ് ബൈബിൾ വിത്ത് ബൈബിൾ. ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഇപ്പോ സകല ദുർഭൂതങ്ങളുടെയും വാസസ്ഥലമായ മഹാനഗരം യെരൂശലേം, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം കുടിച്ചത് യെരൂശലേം, നോട്ട് ബാബിലോൺ. സോ ബിവെയർ ഓഫ് ദ എൻഡ് ടൈം പ്രീച്ചേഴ്സ്, ദേ ആർ ഡിസീവിങ് യു. അന്ത്യകാലത്തിലെ ഈ മഹാന്മാർ നിങ്ങളെ ചതിക്കുന്നു. നിങ്ങളുടെ കൺവെൻഷൻ വേദികൾ, ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങളെ ചതിക്കുന്നു. നിങ്ങൾ ചതിയിലാണ്. ദയവായി രക്ഷപ്പെടണം, പ്ലീസ്. രക്ഷപ്പെടണം, പ്ലീസ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇച്ചിരി രോഷത്തോടൊക്കെ സംസാരിച്ച് കാണും. അത് ബൈബിൾ എനിക്ക് തരുന്ന തീഷ്ണതയാണെന്ന് കരുതിയാൽ മതി. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കിൽ വേദന വന്നെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കാതിൽ സത്യം എത്തുന്നെങ്കിൽ അനുഗ്രഹമായി കരുതുന്നു. May the Lord richly bless you. Thank you.